ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന കോഴിക്കോടൻ ചിക്കൻ ബിരിയാണീൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനാണ്. അത് ഇതുപോലെ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്ത് വാങ്ങിയിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാലയും ആവശ്യത്തിന് നാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നു. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഫ്രീസറിൽ വേണം വെക്കാൻ. ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്തിട്ട് വറുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ബിരിയാണി മസാലയ്ക്ക് ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി ക്രഷ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ബിരിയാണി മസാല തയ്യാറാക്കുന്നതിന് ഞാനിവിടെ 5 സവോള ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തക്കാളിയും ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ സവോള അതിലേക്കിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ഇങ്ങനെ നന്നായി വഴറ്റിയെടുത്തൊരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം. നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായി വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ചെറിയ പീസ് പട്ട കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴന്നു വന്ന ഈ ഉള്ളിയിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായി ഇളക്കി കൊടുക്കാം. നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച ചിക്കൻ്റെ കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനിൽ മസാല പിടിക്കുന്നത് വരെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ദം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉള്ളി ചെറുതായി സ്ലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ വറുത്ത് കോരിയെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഓൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ബിരിയാണിയുടെ റൈസിന് ആവശ്യമായിട്ടുള്ളത്. ഈ സ്പൈസൊക്കെ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളത്തിലേക്ക് ഒരു സവോള കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. അതായത് 1 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് സ്ലൈസ് ചെയ്തും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വെള്ളം ചൂടായി കഴിയുമ്പോൾ അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം നമുക്ക് ഇത് നന്നായി ഇളക്കി കൊടുക്കാം. അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൈസ് നമുക്ക് മസാലയുടെ മുകളിൽ ലെയറായിട്ട് ഇട്ട് കൊടുത്ത് ദം ചെയ്തെടുക്കാം. ആദ്യം മസാലയുടെ മുകളിലോട്ട് കുറച്ച് റൈസ് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് കോരിയാറ്റി വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെയും റൈസ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും വറുത്ത് വെച്ച സവോള ആഡ് ചെയ്ത് കൊടുക്കാം. മുകളിലായിട്ട് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് മുകളിൽ കനലിട്ട് മൂടി വെക്കാം. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കിത് പുറത്തെടുത്ത് ഇതുപോലെ റൈസും മസാലയും സെപ്പറേറ്റ് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ഒരു കോഴിക്കോടൻ ബിരിയാണിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.